കഥകളിയുടെ ആദ്യ ചടങ്ങ് ഏത്? കേളി. ആഗ്രയിൽ 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം പുതുജീവൻ ലഭിച്ച നാടോടി സംഗീത നാടക കലാരൂപമേത്? ഫഗത്. കല്യാണ സൗഗന്ധികം ആട്ടക്കഥ രചിച്ചതാര്? കൊട്ടാരക്കര തമ്പുരാൻ. പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതമാന്ത്രികനായ പണ്ഡിറ്റ് ജസ്രാജ് രൂപകൽപ്പന ചെയ്ത രാഗം ജസ്രംഗി. പടയണിക്കാലം ആരംഭിക്കുന്നത് എന്ന്? ധനു 5. മാനവരാശിയുടെ നന്മകളെ പ്രകീർത്തിക്കാൻ യൂറോപ്യൻ യുവചിന്തകനായ റൂജർ ബ്രഗ്മാൻ എഴുതിയ പുതിയ പുസ്തകം ഹ്യൂമൻ കൈൻഡ്. വനവാസക്കാലത്ത് പാണ്ഡവരുടെ ദുഃഖമകറ്റാൻ ശ്രീകൃഷ്ണൻ രൂപം കൊടുത്ത എന്ന് കരുതപ്പെടുന്ന കലാരൂപം ഐവർകളി. വിശ്വപ്രശസ്ത ചലച്ചിത്രകാരനായ മജീദ് മജീദിയുടെ ബിയോണ്ട് ദി ക്ലൗഡ്സിൽ ശബ്ദമിശ്രണം തയ്യാറാക്കിയ മലയാളിയായ സൗണ്ട് ഡിസൈനർ സവിത നമ്രത്ത് കാസി. പടയണിയിലെ ഏറ്റവും വലിയ കോലം ഭൈരവി. ഇംഗ്ലണ്ടിലെ ആദ്യത്തെ സ്വതന്ത്ര ലൈബ്രറി ആരംഭിച്ച വർഷം 1852. ഷേക്സ്പിയറുടെ പ്രശസ്ത നാടകമായ വെന്നീസിലെ വ്യാപാരിയെ അടിസ്ഥാനപ്പെടുത്തി രചിച്ച ആട്ടക്കഥ പോർഷ്യ സ്വയംവരം. 1993 റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക ഡോക്ടർ വന്ദന ശിവ. ചേതൻ ഭഗത്തിൻ്റെ 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ആത്മകഥ. ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ബിമൽ ജലാൻ. മലയാള നാടകങ്ങളുടെ കൂട്ടത്തിൽ ധീരമായ പരീക്ഷണമായി വിലയിരുത്തുന്ന നാടകം 1128 ക്രൈം 27. എഴുതിയതാര്? CJ തോമസ്. ദ ഇംഗ്ലീഷ് റോസസ് 2003 പ്രസിദ്ധീകരിച്ച ഒരു ബാലസാഹിത്യ കൃതിയാണ്. ആരുടെ രചന? മഡോണ. നെപ്പോളിയൻ എന്ന കഥാപാത്രം കടന്നുവരുന്ന ജോർജ് ഓർവെല്ലിൻ്റെ അറിയപ്പെടുന്ന നോവൽ അനിമൽ ഫാം. ഭ്രമാത്മകഥ ചിത്രരചനയിൽ പ്രശസ്തനായ സ്പാനിഷ് ചിത്രകാരൻ സാൽവോദർ ദാലി. എഴുത്തുകാരിയായ തസ്ലീമ നസ്രീൻ്റെ തൊഴിൽ മേഖല വൈദ്യരംഗം. 1994 ഉത്തരാഖണ്ഡിൽ ചേതന ആന്തോളൻ എന്ന പേരിൽ സംഘടന രൂപീകരിച്ച കവി, നോവലിസ്റ്റ് എന്നീ മേഖലകളിൽ വിരാജിച്ച സാമൂഹ്യ പ്രവർത്തകൻ ത്രപൻ സിംഗ് ചൗഹാൻ.